ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ എക്സ്പെഡിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോ വരുന്നത്. കുറേ നാളായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്തായി വണ്ടിയുടെ വർക്കുകളുടെയൊക്കെ അപ്ഡേറ്റ്സ് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാം തിരക്കുന്നവരെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഉടനെ നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിലെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെയൊക്കെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിച്ചത് നമ്മുടെ ആ KRK ജീപ്പ്, അതായത് നമ്മുടെ പോളേട്ടൻ്റെ ജീപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ട് വന്ന ഫുൾ റിക്കവറേഷന് വേണ്ടി വന്ന നമ്മുടെ ആ KRK 55 ജീപ്പിൻ്റെ പറ്റിയാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് തിരക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യമായി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആകുമെന്ന് നോക്കാനാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കാതെ കിടന്ന വണ്ടിയാണ്. ഓയിലൊക്കെ നോക്കി, ഓയിലുണ്ട്, ഡീസൽ ലൈനൊക്കെ ഓൾറെഡി എല്ലാം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീസലൊക്കെ ഡയറക്റ്റ് കൊടുത്ത്, പിന്നെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടർ മാറ്റി വേറൊരു സ്റ്റാർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ ഒരു പുതിയ ബാറ്ററിയൊക്കെ എടുത്ത് കണക്ഷനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി ന്യൂട്രാവുന്നില്ലായിരുന്നു. വണ്ടി അവിടെ നിന്ന് നമ്മൾ വലിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ നമുക്കത് ബാക്ക് നിലത്ത് കുത്താതെ ഫ്രണ്ട് നിലത്ത് കുത്തി കൊണ്ടുവന്നത് എൻ്റെ ഗിയർ ബോക്സ് ജാമായിട്ടുള്ളതുകൊണ്ടാണ്. ഗിയർ ഷിഫ്റ്റ് ആവത്തില്ല. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് അതിൻ്റെ ടോപ്പ് ഒന്ന് അഴിച്ച് ഗിയർ ന്യൂട്രാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം ന്യൂട്രാക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഗിയർ ബോക്സ് തുറന്നപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷന്. ഓയിലെല്ലാം മടുപ്പായിട്ട് ഫുള്ളൊന്ന് തുരുമ്പൊക്കെ ആയി. ഗിയർ ബോക്സ് ഫുള്ള് ഏകദേശം പല്ലികളൊക്കെ പോയൊരവസ്ഥയിലാണ്. അപ്പോൾ ഒരു വിധത്തിൽ അത് തട്ടി ന്യൂട്രാക്കിയിട്ടുണ്ട്. ഇനി അത് അഴിച്ച് ക്ലീൻ ചെയ്ത് വേണം വണ്ടിയിലോട്ട് തിരിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഡീസലൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അയ്യോ, ആ അങ്ങനെ കുറേ നേരം പണിയെടുത്തെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാര്യം എഞ്ചിൻ്റെ അകത്ത് എന്തൊക്കെയോ കയറിയിരിപ്പുണ്ട്. ഇപ്പം റേഡിയേറ്ററിൻ്റെ പൈപ്പൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊക്കെ തേനീച്ച കൂടി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ കൂടുതൽ ട്രൈ ചെയ്തില്ല. കാര്യം എഞ്ചിൻ നമുക്ക് എന്തായാലും പണിയാൻ കൊടുക്കാനുള്ള, കൂടുതൽ ഡാമേജ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിനി ബാക്കി ആ ജീപ്പിൻ്റെ ബോഡി കംപ്ലീറ്റ് ദ്രവിച്ച് പോയ ബോഡിയായിരുന്നു. അപ്പോൾ ബോഡിയെല്ലാം നമ്മൾ ആ ചേസിൽ നിന്ന് മാറ്റുകയാണ്. ആദ്യം സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി നട്ടുബോൾട്ടൊന്നും ഇല്ല, എല്ലാം തുരുമ്പിച്ച് പോയിരിക്കുന്നുണ്ട്. ഒന്നും അഴിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ എല്ലാം നമുക്ക് തല്ലിപ്പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ വെട്ടിപ്പൊളിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം വെട്ടിപ്പൊളിച്ച് മാറ്റുവാണ് ചേസിന്ന്. അപ്പോൾ ബോഡി ചേസിൽ നിന്ന് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ സ്റ്റിയറിങ്ങും അതുപോലെ നമ്മുടെ ക്ലച്ച്, ബ്രേക്ക്, പെഡലുകൾ അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേണം ബോഡി നമുക്ക് താഴേക്ക് തള്ളിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ ബോഡി നമ്മൾ തള്ളി ഇറക്കുകയാണ്. അപ്പോൾ സൈഡിലിരിക്കുന്ന ഈ ജീപ്പിൽ വന്നിരുന്ന, അതായത് ആദ്യമേ ഉണ്ടായിരുന്ന 3+1 ഡബിൾ ലിവർ ഗിയർ ബോക്സ് ആണ്, 4 വീൽ ഡ്രൈവ്. അതിൽ 4+1 ഗിയർ ബോക്സ് ഒക്കെ പണ്ട് കയറ്റിയിരുന്നതാണ്, 2 വീൽ ഡ്രൈവ്. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് അഴിച്ചു വിട്ടത്. മറ്റേത് വണ്ടിയുടെ മുൻപത്തെ ഗിയർ ബോക്സ് ആണ്, എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അഴിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കേടുപാടുകളൊക്കെ നോക്കണം. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ 4+1 ഗിയർ ബോക്സ് ആണ്, 2 വീല്. ഇതും അകത്ത് ഫുള്ള് തുരുമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡിയെല്ലാം തള്ളിയിട്ടിട്ട് ഗിയർ ബോക്സ് ഒക്കെ അഴിച്ചതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് നമ്മുടെ എഞ്ചിൻ്റെ അകത്ത് തേനീച്ച കൂടുണ്ടെന്ന് പറഞ്ഞു. തേനീച്ച കൂടൊന്ന് ഇളക്കി നോക്കിയത്, അതിൻ്റെ അകത്ത് തേൻ വെല്ലം കിട്ടുമെന്ന്. അപ്പം ചേട്ടൻ അതിൻ്റെ അകത്ത് നിന്ന് കുറേ തേനൊക്കെ എടുത്തു. ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചേസ് ചെയ്യുന്ന എൻജിൻ ഇറക്കിയത്.
അപ്പോൾ നമ്മൾ ചേസിൽ നിന്ന് എഞ്ചിനും ഗിയർ ബോക്സും ഫ്രണ്ടും ബാക്കും ഹൗസിംഗ് ട്യൂബും പ്ലേറ്റ് സെറ്റും എല്ലാം ഇറക്കി ചേസ് തന്നെയായിട്ട് എടുത്ത് നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് കൊണ്ടുപോവാണ്. അതായത് കുറച്ച് വെൽഡിംഗ് ഒക്കെ ഉണ്ട്, വെൽഡിംഗ് എല്ലാം തീർത്ത് നേരെ പെയിൻറ്റിങ്ങിനായിട്ട് അഞ്ചേട്ടൻ്റെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചേസിൻ്റെ കേടുപാടുകളെല്ലാം തീർത്ത് വെൽഡിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നൊക്കെ ചെയ്ത് ചേസ് നല്ലതായിട്ട് ബലപ്പെടുത്തിയതിന് ശേഷം പെയിൻറ്റിങ്ങിനായിട്ട് ഉള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് ചിരണ്ടി ഇറക്കുവാണ്. അപ്പോൾ ചേസിൻ്റെ ഇടയ്ക്കുള്ള തുരുമ്പുകളും അതുപോലെ ഓയിലും ഗ്രീസും ഒക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ചിരണ്ടി എല്ലാം ചീകി കളഞ്ഞിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ജീപ്പിൻ്റെ ചേസ് ഫുള്ള് ചീകി ഇറക്കിയിട്ട് അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയെല്ലാം നടത്തും. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് റബ്ബർ കോട്ട് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ വർക്ക്ഷോപ്പിൽ നടന്നു വന്നിരുന്ന കുറേ മാസങ്ങളായിട്ട് നടന്നു വന്നിരുന്ന കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ചെറിയൊരു കുറച്ച് വീഡിയോസ് എല്ലാ വണ്ടിയുടെയും കൂടെ ഒന്നിച്ച് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്ന ബിനീഷേട്ടിന് വേണ്ടി നമ്മൾ എടുത്തു കൊടുത്തിരുന്ന അതേ ജീപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ 3+1 ഗിയർ ബോക്സ് മാറിക്കൊണ്ട് 4+1 ഗിയർ ബോക്സിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഡ്രം മാറ്റി വലിയ ഡ്രം ബ്രേക്ക് ആക്കാൻ പോവുകയാണ്. കൂടാതെ അത് ഡബിൾ പിസ്റ്റൺ ടൈപ്പ് മാസ് സിലിണ്ടറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ 3+1 ഗിയർ ബോക്സ് അഴിച്ചു. ഇതിൻ്റെ വെൽ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. കാര്യം 4+1ൻ്റെ വെൽ ഹൗസിങ് മാറ്റമുണ്ട്. അപ്പം ഗിയർ ബോക്സും വെൽ ഹൗസിങ്ങും കാര്യങ്ങൾ ബ്രാക്കറ്റും എല്ലാം അഴിച്ച് താഴെ വെച്ചു. പിന്നെയും വെൽ ഹൗസിങ്ങും പുതിയ ഗിയർ ബോക്സിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഈ ജീപ്പിലേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ രാജേഷേട്ടന് വേണ്ടി നമ്മൾ എടുത്തു കൊടുത്തിരുന്ന നമ്മുടെ KL6 വണ്ടി, ഗ്രേ വണ്ടി ഒരു വർക്കിന് വേണ്ടി ഈ ജീപ്പ് ഇപ്പോൾ രാജേഷേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബറായ നന്ദിചേട്ടൻ മേടിച്ചായിരുന്നു. നന്ദിചേട്ടൻ്റെ അനിയൻ ചന്തുവാണ് ഇപ്പോൾ വണ്ടിക്ക് വർക്കിന് വേണ്ടി. ഇവരിത് വേറെ ഏത് വർക്ക്ഷോപ്പിൽ ക്ലച്ച് മാറിയതായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുതിയ ക്ലച്ച് ബെൻഡായിപ്പോയി. എന്തോ പാർട്സിൻ്റെ വ്യത്യാസം കൊണ്ടാണ്, പിക്കപ്പിൻ്റെ എന്താണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ക്ലച്ച് മേടിച്ച കൂട്ടത്തിൽ 2 വണ്ടികൾ ഒന്നിച്ച് ക്ലച്ച് മേടിച്ചു. അപ്പം ഈ നമ്മുടെ KL6 വണ്ടിയുടെയും ക്ലച്ച് മാറി എല്ലാം റെഡിയാക്കി വിടാൻ പോവുകയാണ്. എന്തായാലും മറ്റേത് ബെൻഡായിപ്പോയി ഫുള്ളായിട്ട്. ഇപ്പോൾ പുതിയ ക്ലച്ചാണല്ലോ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയ പാർട്ട് മേടിച്ചാണ് നമ്മൾ പുതിയ ക്ലച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ 2 വണ്ടിയുടെയും ക്ലച്ച് മാറി ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിനീഷേട്ടൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് കയറി, 4+1 ഗിയർ ബോക്സ് കയറി. അപ്പോൾ ഇതാണ് KL6 വണ്ടിയിൽ ഉണ്ടായിരുന്ന ക്ലച്ച്. അപ്പോൾ അത് ഇങ്ങനെ ബെൻഡായിട്ട് അത് തേഞ്ഞ് തീർന്നു പോയി. അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവർ ഹാപ്പി ആയിട്ടാണ് പോയത്. ഇപ്പോൾ നമ്മളിപ്പോൾ പാർട്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ജീപ്പിൻ്റെ പാർട്സ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ബിനീഷേട്ടൻ്റെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ അപ്ഗ്രേഡിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ചെറിയ ഡ്രം ബ്രേക്കൊക്കെ അഴിച്ചിട്ട് പുതിയ വലിയ ഡ്രം ബ്രേക്ക് സെറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ഹാൻഡ് പാർട്സാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് വീലെല്ലാം ഗ്രീസ് ചെയ്ത് വീൽ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറി പുതിയ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ജീപ്പിലേക്ക് റെഡിയാക്കി കയറ്റിയത്. കൂടാതെ നമുക്ക് ബ്രേക്കിൻ്റെ ലൈൻ മാറണമുണ്ടായിരുന്നു. അതുപോലെ മാസ് സിലിണ്ടർ മാറി ഡബിൾ പിസ്റ്റൺ ടൈപ്പ് മാസ് സിലിണ്ടറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജീപ്പിലേക്ക് നമ്മുടെ ജീപ്പിലുള്ളതുപോലെ വൈപ്പർ മുകളിൽ നിന്നാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഓപ്പൺ ഗ്ലാസ് ഫ്രെയിം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ഫ്രെയിമിൻ്റെ ടോപ്പിൽ നിന്ന് ഉള്ള ടൈപ്പ് വൈപ്പറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത് ഓട്ടോയുടെ വൈപ്പറായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ വൈപ്പിംഗ് ഏരിയ ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈപ്പർ യൂസ് ചെയ്യുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഭാഗമേ നമുക്ക് മഴയത്ത് കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീപ്പിൻ്റെ വൈപ്പർ മോട്ടർ തന്നെ സെക്കൻഡ് വാങ്ങിയതാണ്. അപ്പോൾ ഈ വൈപ്പർ മോട്ടർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ വീൽ ബോക്സ് മാറി ആപ്പയുടെ വീൽ ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ഗ്ലാസ് ഫ്രെയിമിലേക്ക് റെഡിയാക്കി കയറ്റുകയാണ്. അപ്പോൾ അതിന് പുതിയൊരു ബ്രാക്കറ്റൊക്കെ ഉണ്ടാക്കി മോട്ടർ ആദ്യമേ ഗ്ലാസ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ റാഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയാക്കിക്കൊണ്ട് വീൽ ബോക്സും ഒക്കെ ഹോളിട്ട് ഗ്ലാസ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തു. ഇത് ഒത്തിരി പേര് ഇപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ E3 നമ്മുടെ ജീപ്പിൽ വൈപ്പർ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ഇതിന് ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസ് ഉള്ള പരിപാടിയാണ്. നമ്മുടെ വണ്ടിയിൽ വൈപ്പർ ഉണ്ടെങ്കിൽ ഓൾറെഡി ജീപ്പിൻ്റെ തന്നെ വൈപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പാർട്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം.
എന്നാലും ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വീൽ ബോക്സൊക്കെ മാറി ഗ്ലാസ് പൊട്ടാതെ ഇതിൽ തുളച്ച് കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഇച്ചിരി പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ വൈപ്പറൊക്കെ റെഡിയാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയെല്ലാം സക്സസ് ആണ്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഗിയർ ബോക്സ് മാറി ഫ്രണ്ട് ഡ്രം ബ്രേക്കും ഒക്കെ സെറ്റ് ചെയ്ത് ഡബിൾ പിസ്റ്റൺ ടൈപ്പ് സിലിണ്ടറൊക്കെ ആക്കി വൈപ്പറും ഒക്കെ സെറ്റ് ചെയ്തു വണ്ടി കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഡോക്ടർ സൂരജിൻ്റെ വണ്ടിയാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് വീലൊക്കെ ജാമായിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവന്നതാണ്. കാരണം വണ്ടിക്ക് ഓട്ടം കുറവാണ്. മഴയത്തെന്തോ ഓടിയിട്ട് എൻ്റെ ഡ്രമ്മിനകത്ത് ഇച്ചിരി വെള്ളം കയറിയ വെള്ളത്തോടെ വണ്ടി കയറ്റിയിട്ടതാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വണ്ടി എടുത്ത് നോക്കിയപ്പോൾ വണ്ടി നീങ്ങുന്നില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഓടിച്ച് പാമ്പാടി വരെ വന്നു. തീരെ നീക്കമില്ലായിരുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്കിന് അതിൻ്റെ വീലെല്ലാം ജാമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ കടിച്ചു പോയതാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറി. അതുപോലെ അത്രയും വെള്ളം പിടിച്ച് കടന്നുകൊണ്ട് അതിൻ്റെ നമ്മുടെ വീൽ സിലിണ്ടർ ജാമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ വീൽ ബെയറിങ്ങുകളും കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ പിന്നെ മാറി. ഇപ്പോൾ വീൽ ബെയറിങ്, ബ്രേക്കിൻ്റെ സിലിണ്ടർ, അതുപോലെ ബ്രേക്ക് ഷൂ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാറേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ വണ്ടി അധികം യൂസ് ചെയ്യുന്നില്ലാത്തൊരു, ഇപ്പോൾ ഈ പഴയ സാധാ ഡ്രം ബ്രേക്കുള്ള വണ്ടിയാണെങ്കിൽ മഴയത്തൊക്കെ ഓടിച്ചിട്ട് കൊണ്ടിടുവാണെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ പിറ്റേ ദിവസം വല്ലതും ഒന്ന് കുറച്ചൊന്ന് ഓടിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ചൂടാക്കി ആ വെള്ളമയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കയറ്റിയിടുവാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റുകൾ അധികം വരാതെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ കാര്യം നമുക്ക് വലിയ വിഷയം വരത്തില്ല. അപ്പോൾ ഇപ്പം വീലെല്ലാം ഫ്രീ ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്ന പോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ വീലും അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈനർ മാറേണ്ടത് മാറി, വീൽ ബെയറിങ് മാറേണ്ടതൊക്കെ മാറി എല്ലാം സെറ്റപ്പാക്കി ഈ വണ്ടി നമ്മൾ കൊടുത്തു വിട്ടു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മഞ്ചേട്ടൻ്റെ ജീപ്പാണ്. കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നൊരു വീഡിയോയ്ക്ക് അതൊരു നീല കളർ വണ്ടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മഞ്ചേട്ടൻ്റെ വലിയപ്പച്ചൻ്റെ വണ്ടി തിരിച്ച് മേടിച്ച് ആ വണ്ടിയാണിത്. കുറച്ച് നാളായിട്ട് വണ്ടി വർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും വർക്കിന് കയറിയിട്ടുണ്ട്. ബോഡി പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. റൗണ്ട് മഡ്ഗാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ബാക്കിൽ നമ്മളിപ്പോൾ വെറുതെ ഒരു ഓപ്പൺ ജീപ്പിൻ്റെ ഒരു കമ്പിയൊക്കെ എടുത്ത് വെച്ച് നോക്കിയതാണ്. പക്ഷെ നമുക്കത് വേണ്ട, എൻ്റെ ജീപ്പിൻ്റെ ചെയ്ത പോലെ നമുക്ക് KL5 ജീപ്പിന് ചെയ്ത പോലെ പടുത ചെയ്യണം എന്നുള്ളൊരിതിൽ വീണ്ടും സെൻറ്റർ പൈപ്പൊക്കെ മാറി നമ്മൾ പുതിയ സെൻറ്റർ പൈപ്പൊക്കെ മേടിച്ച് നമ്മുടെ ജീപ്പിൻ്റെ പോലെ തന്നെ അതിൻ്റെ പടുതായും ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ വർക്ക് മുന്നോട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഗ്ലാസ് ഫ്രെയിം മാറി ഇതിൽ ഓപ്പൺ ഗ്ലാസ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് മുന്നോട്ട് പോകുന്നു. അപ്പം ഇതും ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് വർക്ക് പെൻഡിങ് ആയി പോയതുകൊണ്ടാണ്. അപ്പം ഈ മാസം ഏകദേശം അടുത്ത വീഡിയോയിൽ ഏകദേശം ഈ വണ്ടി വർക്ക് തീർന്നിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ ഇപ്പോൾ ഫുൾ റെസ്റ്റോറേഷൻ ചെയ്തിറക്കിയ നമ്മുടെ ഒരു കട്ട് ചേസ് ജീപ്പാണ്. KRK രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോഡി വർക്കും മെക്കാനിക്കലും ഒക്കെ കഴിഞ്ഞു, ഇലക്ട്രിക്കലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പടുതായൊക്കെ ഇട്ട് നല്ല അടിപൊളി ടയറൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇറക്കിയാൽ മാത്രം മതി. ഇത് ഒറിജിനൽ CJ3B മഹീന്ദ്ര CJ3B വണ്ടിയാണ്. DI എഞ്ചിനും 5 ഗിയർ 4 വീൽ ഡ്രൈവും പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സൂപ്പർ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പ് നമുക്ക് ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ്, ഫോർ സെയിലാണ്. അപ്പം വർക്ക് ഉടനെ കംപ്ലീറ്റ് ആകും. ഫുൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസ് നമ്മൾ ഉടനെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോ കണ്ടിരുന്ന നമ്മുടെ KRK കട്ട്ചേസ് ജീപ്പിന്റെ ഫുൾ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.